നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ 6ാമത്തെ ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ 6ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണിത്. കഴിഞ്ഞ 5 ചാപ്റ്റേഴ്സിൻ്റെ ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ അവസാന ഭാഗത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത വീഡിയോയുടെ ലിങ്കും ഇതോടൊപ്പം നൽകുന്നുണ്ട്. ഇത് കാണാത്തവർ അതുകൂടി പ്രയോജനപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാരഡേസ് ലോസ് ഓഫ് ഇൻഡക്ഷൻ, മോഷണൽ EMF, എഡി കറൻസ് ആൻഡ് AC ജനറേറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, വളരെ പെട്ടെന്ന് പഠിച്ചു പോകാവുന്നതാണ്. പക്ഷേ എല്ലാ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഫാരഡേസ് ലോസ് ഓഫ് ഇൻഡക്ഷൻ നോക്കുന്നതിന് മുമ്പ് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നോക്കാം നമുക്ക്. വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? The phenomenon in which electric current is generated by changing magnetic fields is called electromagnetic induction. അതായത് ഒരു സർക്യൂട്ടിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ EMF ആ സർക്യൂട്ടിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ ഫിനോമിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുക. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഇറ്റ് ഇസ് നോൺ ആസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആൻഡ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് EMF. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താണ്, ഇൻഡ്യൂസ്ഡ് EMF എന്താണ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നോക്കാം ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF in a circuit is equal to the time rate of change of magnetic flux through the circuit. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മൾ കണ്ടു, ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഫാരഡേസ് ലോ പറയുന്നത് ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും എന്നുള്ളതാണ്. മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു എന്ന് പറയാം. ഇൻഡ്യൂസ്ഡ് EMF പ്രൊപ്പോർഷണൽ ടു എന്നുള്ള രീതിയിലും പറയാം. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും ഇൻഡ്യൂസ്ഡ് EMF. ഇതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മാത്തമാറ്റിക്കലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് E ഈക്വൽ ടു മൈനസ് d∅/dt. ഈ ഇൻഡ്യൂസ്ഡ് EMF ആണ്, phi is magnetic flux. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു rate of change of magnetic flux, അതാണ് d∅/dt. Now why that negative sign? എന്താണ് നെഗറ്റീവ് സൈൻ അവിടെ വരാൻ കാരണം? ഇറ്റ് ടെൽസ് യു അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ നെഗറ്റീവ് സൈൻ, ഈ ഇക്വേഷനിലുള്ള നെഗറ്റീവ് സൈൻ നമുക്ക് തരുന്നത്. It shows that direction of EMF and hence the direction of current is such that it opposes the course of generation. Negative sign tells you that EMF അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇറ്റ് ഒപ്പോസസ് ദ കോസ് ഓഫ് ഇറ്റ്സ് ജനറേഷൻ. എന്ന് പറഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണോ EMF അല്ലെങ്കിൽ കറണ്ട് ഉണ്ടായത് അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഇൻക്രീസ് ഇൻ ഫ്ലക്സ്, അതുകൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയായിരിക്കും സർക്യൂട്ടിൽ ഉണ്ടാവുക? സോ ദാറ്റ് ദ ഫ്ലക്സ് ഇസ് ഡിക്രീസ്ഡ്. ഓക്കെ, അല്ലെങ്കിൽ സപ്പോസ് ഡിക്രീസ് ഇൻ ഫ്ലക്സ് ആണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാനുള്ള കാരണം എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറൻറ്റും ഫ്ലക്സിനെ ഇൻക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ ഇറ്റ് ഒപ്പോസസ് ദ കോസ് ഓഫ് ഇറ്റ്സ് ജനറേഷൻ. ആൻഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ദിസ് ലോ ഇസ് നോൺ ആസ് ലെൻസസ് ലോ. ഓക്കെ, ലെൻസസ് ലോ. ഇഫ് ദർ ആർ n ടേൺസ് then induced EMF is given by
E equal to minus n d phi b divided by dt. ആ phi b എന്നുള്ളത് b indicates magnetic field. ഫ്ലക്സിന് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ആയാലും മാഗ്നറ്റിക് ഫ്ലക്സ് ആയാലും phi ആണ് യൂസ് ചെയ്യുക. phi b denotes മാഗ്നറ്റിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിൽ phi e എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലെൻസസ് ലോ ക്യാൻ ബി കൺസിഡേർഡ് ആസ് അനദർ ഫോം ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലെൻസസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ മറ്റൊരു ഫോമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് വിൽ കൺസിഡർ മോഷണൽ EMF, മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. കൺസിഡർ ദ ഫിഗർ. ദർ യു ഹാവ് എ റെക്ടാങ്കുലർ ലൂപ്പ്, കണ്ടക്റ്റിംഗ് ലൂപ്പ്. ഒരു സൈഡ് ഇറ്റ് ക്യാൻ ബി മൂവ്ഡ്. ഓക്കെ, പി ക്യു എന്നുള്ള സൈഡ് മൂവബിൾ ആണ്. ആൻഡ് വിത്ത് വെലോസിറ്റി v, ലെങ്ത് l ആൻഡ് ബ്രെഡ്ത്ത് x. ആ ക്രോസ് മാർക്ക് ശ്രദ്ധിക്കുക. ക്രോസ് മാർക്ക് ഇൻഡിക്കേറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഗോയിങ് ഇൻ ടു ദ പ്ലെയിൻ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഓർമ്മയുണ്ടാവും. ഡോട്ട് ഇൻഡിക്കേറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് എമർജിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഫിഗറിൽ ക്രോസ് മാർക്കാണുള്ളത്. ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗോയിങ് ഇൻ ടു ദി പ്ലെയിൻ. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ നമുക്കറിയാം ദാറ്റ് സൈഡ് പി ക്യു ഇസ് മൂവിങ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. കറസ്പോണ്ടിംഗ്ലി ദർ വിൽ ബി ചേഞ്ച് ഇൻ ഫ്ലക്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവുന്നത്? Because the area of the loop is changing. As that side moves, then area of that rectangular loop will be changing. അപ്പോൾ ഏരിയ ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. കാരണം ഫ്ലക്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻ ടു ഏരിയ ആണ്. അപ്പോൾ ആസ് ഏരിയ ചേഞ്ചസ് ഫ്ലക്സ് ഓൾസോ ചേഞ്ചസ്. അപ്പോൾ ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ദർ ഇസ് എൻ ഇൻഡ്യൂസ്ഡ് EMF. ആ ഇൻഡ്യൂസ്ഡ് EMF എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡെറിവേഷൻ ശ്രദ്ധിക്കുക. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എൽ എക്സ്. ഫ്ലക്സ് ബി ഇൻറ്റു ഏരിയ. ഏരിയയ്ക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എഴുതാമല്ലോ. അപ്പോൾ ബി ഇൻറ്റു എൽ എക്സ്. Then induced EMF E equal to minus d phi by dt, that is minus d by dt of phi ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. BLX. B കോൺസ്റ്റൻ്റ് ആണ്, L കോൺസ്റ്റൻ്റ് ആണ്. സോ മൈനസ് BL ഇൻറ്റു dx by dt. What is dx by dt? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. എക്സ് അവിടെ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഓഫ് ഫിഗറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. So as x decreases, you have the flux variation. അപ്പോൾ ഡിക്രീസ് ഇൻ എക്സ് ആണ് ഫ്ലക്സിൽ വേരിയേഷൻ വരാനുള്ള കാരണം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു നെഗറ്റീവ് സൈൻ എടുത്തത്. dx by dt ഈക്വൽ ടു മൈനസ് വി എന്നാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫൈനൽ എക്സ്പ്രഷൻ യു വിൽ ഗെറ്റ് BLV. ഓക്കെ, നെഗറ്റീവ് dx by dt ക്ക് മൈനസ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ആൻഡ് മൈനസ് പ്ലസ് ആയി. സോ E ഈക്വൽ ടു BLV. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ദിസ് EMF is known as motional EMF because it is due to the motion of this conductor or the movement of this conductor in the magnetic field. അപ്പോൾ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത EMFനാണ് മോഷണൽ EMF അല്ലെങ്കിൽ മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് എഡ്ഡി കറൻസ്. The induced currents generated when a solid block of metal is subjected to a changing magnetic flux. ഈ കറണ്ടിനെയാണ് എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു സോളിഡ് ബ്ലോക്ക് ഓഫ് മെറ്റൽ, ഒരു മെറ്റാലിക് പീസ്, ആ മെറ്റാലിക് പീസ് ഒന്നുകിൽ ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയോ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് മൂവ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് സച്ച് ദാറ്റ് the magnetic flux linked with it changes. Okay, so നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പോൾ ഇതുവരെ നമ്മൾ ലൂപ്പിൻ്റെ കേസാണ് പറഞ്ഞത്. Now if you are considering a block of metal, if it is placed in a varying magnetic field, ഒരു ചേഞ്ചിങ് ഫീൽഡിൽ വെക്കുകയോ അല്ലെങ്കിൽ if it is മൂവ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ മെറ്റാലിക് ബ്ലോക്ക് മൂവ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ദ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് മെറ്റാലിക് ബ്ലോക്ക് ചേഞ്ചസ്. അതിനനുസരിച്ച് ദർ ഇസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF. ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുക. അതുവഴി ഈ മെറ്റാലിക് ബ്ലോക്കിൻ്റെ ഹോൾ വോളിയത്തിൽ there will be a current. This current is called induced current. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ ചോദിച്ചാൽ ആദ്യത്തെ ആ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ മാത്രമേ വേണ്ടൂ. ഇനി അതെന്തുകൊണ്ടാണ് എന്ന് വരുമ്പോൾ ഈ കാര്യങ്ങളും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ചേഞ്ചിങ് ഫീൽഡ് ഓർ ഇഫ് ദ ബ്ലോക്ക് ഇസ് മൂവ്ഡ് ഇൻ എ field, then flux changes
Accordingly, there is current induced in the material. That is called eddy current. ഇനി എഡ്ഡി കറൻസിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഡ്ഡി കറൻസ് എന്നുള്ള ടോപ്പിക്ക്. ആപ്ലിക്കേഷൻസും എഡ്ഡി കറൻസിൻ്റെ ഡെഫിനേഷനും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ആപ്ലിക്കേഷൻസ് മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്, then it is used in induction furnace, speedometer, induction motor, ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്. ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് ഉപയോഗിക്കുന്നത് ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റേഴ്സ് എന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഗാൽവനോമീറ്ററിലാണ്. അപ്പോൾ ഇത്രയാണ് എഡ്ഡി കറൻസിൻ്റെ ആപ്ലിക്കേഷൻസ്. നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഡെഫിനിഷനും. നെക്സ്റ്റ് ടോപ്പിക് ഇസ് എ സി ജനറേറ്റർ. എന്താണ് എ സി ജനറേറ്റർ? It's a machine that converts mechanical energy into electrical energy. Mechanical energy electrical energy ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ മെഷീനാണ് എ സി ജനറേറ്റർ. ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഇസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ സി ജനറേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എഴുതുക, അതിനുശേഷം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നും കൂടി എഴുതുക. നെയിം ദ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് മാത്രം എഴുതിയാൽ മതി. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനേഷൻ നിർബന്ധമായിട്ടും എഴുതണം. ഇനി എ സി ജനറേറ്ററിൻ്റെ ആ ഫിഗർ അത് നിർബന്ധമായിട്ട് വരച്ച് പഠിക്കുക. കൺസിസ്റ്റ് ഓഫ് ആൻ ആർമേച്ചർ കോയിൽ. മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ആർമേച്ചർ കോയിലാണ്. ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കോയിൽ, അതാണ് മെയിൻ പാർട്ട്. ആ കോയിലിനാണ് ഇറ്റ് ഈസ് നോൺ ആസ് ആർമേച്ചർ കോയിൽ. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ് പ്രിൻസിപ്പിൾ. അതിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണെന്ന് നോക്കാം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടുപിടിക്കാൻ നമുക്കുള്ള ഇക്വേഷൻ E = -NdΦ/dt. Phi ഇലക്ട്രിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ദാറ്റ് ഈസ് B × A. ഇവിടെ B.A എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നത്. Phi = E.ds ഇലക്ട്രിക് ഫ്ലക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ Phi = B.A അതാണ് BA cos θ. അപ്പോൾ dΦ/dt എന്നുള്ളത് -d/dt ഓഫ് BA cos θ എന്ന് കിട്ടും. ആ തീറ്റ ആണ് നമ്മളിപ്പോൾ ωt എന്ന് എഴുതിയത്. ബിയും എയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് BA × d/dt ഓഫ് cos ωt എന്ന് കിട്ടി. Then you can differentiate ചെയ്യുമ്പോൾ NBA omega sin ωt. Induced EMF E = NBA omega sin ωt, where NBA omega is a constant and it is called the peak value of induced EMF. The peak value is denoted by E0. So the equation is E = E0 sin ωt. What is E0? NBA omega, the peak value of induced EMF in the generator. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ഭാഗങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.